ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മെൻഷിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ജനുവരി 10 നടന്ന GD എക്സാമിനേഷൻ്റെ അനാലിസിസ് ആണ്. അതിൽ ഇംഗ്ലീഷ് സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ഐ എം ഹിയർ ശ്വേത along with you and come on, let's start the session. സോ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് അറിയേണ്ടത് ഈ ഒരു എക്സാമിന് ഇംഗ്ലീഷ് സെക്ഷനിന് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് ഞാനിവിടെ ഏതാനും ടോപ്പിക്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതലായിട്ടും നമുക്ക് കഴിഞ്ഞ എക്സാമിനേഷൻസിൻ്റെ ഷിഫ്റ്റ്സിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫ്രം ഇംഗ്ലീഷ്. സോ നോക്കാം. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സിനോണിംസ്, ആന്റണിംസ്, പാർട്സ് ഓഫ് സ്പീച്ച്, മീനിങ് ഓഫ് ദ ഗിവൻ വേർഡ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇതിന്ന് നോക്കാം. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, എന്താണ് ഇഡിയംസ്, എന്താണ് ഫ്രേസസ് എന്ന് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, ആപ്പിൾ ഓഫ് വൺസ് ഐ എന്നുള്ള ഇഡിയം എടുത്തോളൂ. ഓക്കെ, അപ്പം അതിൻ്റെ ലിറ്ററൽ മീനിങ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാനായിട്ട് സാധിക്കും എന്താണത്. ലൈക്ക് ഒരാളുടെ കണ്ണിൽ ആപ്പിൾ അല്ലേ. അപ്പം ലിറ്ററൽ മീനിങ് എടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ മീനിങ്. അപ്പോൾ ആക്ച്വൽ മീനിങ് ഓഫ് ദ ഇഡിയം ദ ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലൈക്ക് മലയാളത്തിൽ നമ്മൾ കണ്ണിലുണ്ണി എന്നൊക്കെ പറയും അല്ലേ. നമുക്ക് വളരെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പറയുന്ന സമയത്താണ് ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറയാറുള്ളത്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ മീനിങ്. അപ്പം അതാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഒന്നോ രണ്ടോ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, so this particular topic is very important. You need to revise this particular topic. നിങ്ങൾക്കറിയാം idioms and phrases എന്ന് പറയുന്നത് like it is a vast topic അല്ലേ. വാസ്റ്റ് ടോപ്പിക്കാണ്, ഒത്തിരി നോക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ റിവിഷൻ ഇസ് നീഡഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ. അപ്പോൾ ഒരിക്കലും ഈ ഒരു സെക്ഷൻ മാറ്റി വെക്കാതിരിക്കുക, ഈ ഒരു സെക്ഷൻ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് സിനോണിംസും ആന്റണിംസും. ഓക്കെ, വൊക്കാബുലറി സെക്ഷനിൽ വരുന്ന രണ്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് സിനോണിംസ് ആൻഡ് ആന്റണിംസ്. എന്താണ് സിനോണിംസ്? സെയിം മീനിങ്സ് വരുന്ന വാക്കുകളെയാണ് സിനോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ആന്റണിംസ് ആണെങ്കിലോ ഓപ്പോസിറ്റ് മീനിങ്സ് വരുന്ന വാക്കുകളെയാണ് ആന്റണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ around 3 to 4 questions, okay, or 4 to 5 questions are from this particular section. Okay, അപ്പം 3 synonyms 2 antonyms ചോദിച്ച ഷിഫ്റ്റുകളുണ്ട്. ഓക്കെ, 3 antonyms അതുപോലെ 2 synonyms ചോദിച്ച ഷിഫ്റ്റുകളുണ്ട്. എനിവേ യു ക്യാൻ എക്സ്പെക്ട് around 5 questions from this particular section. ഓക്കെ, അതുകൊണ്ട് തന്നെ സിനോണിംസ് ആൻഡ് ആന്റണിംസ് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, ദോസ് ആർ ലൈക്ക് ഗോയിങ് ടു അപ്പിയർ ഫോർ ദ എക്സാമിനേഷൻസ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഓക്കെ, ഇനി വരുന്ന ദിവസങ്ങളിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തീർച്ചയായും നോക്കിയിരിക്കേണ്ട രണ്ട് ടോപ്പിക്സ് ആണ്, ഒന്ന് സിനോണിംസും പിന്നൊന്ന് ആന്റണിംസും. ഓക്കെ, ഇനി പാർട്സ് ഓഫ് സ്പീച്ച് ആണ് അടുത്തത് വരുന്നത്. നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ വരും? നൗൺസ്, പ്രൊനൗൺസ്, ആർട്ടിക്കിൾസ് അല്ലേ, അതുപോലെ ലൈക്ക് അഡ്വേർബ്സ്, ആഡ്ജക്റ്റീവ്സ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് എവിടെയാണ്? ലൈക്ക് പാർട്സ് ഓഫ് സ്പീച്ചിലാണ് അല്ലേ. സോ ഒബ്വിയസ്ലി ഈ പറയുന്ന ആഡ്ജക്റ്റീവ്സ് അതുപോലെ ആഡ്വേർബ്സ് എന്നുള്ള കാര്യങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക? ഓക്കെ, ഒരു സെൻറ്റൻസിൽ ഒരു പെർട്ടിക്കുലർ വേർഡ് തരുന്ന സമയത്ത് അത് ആഡ്ജക്റ്റീവ് ആണോ, ആഡ്വേർബ് ആണോ, അല്ലെങ്കിൽ പ്രൊനൗൺ ആണോ എന്ന് എങ്ങനെയാണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, now comes meaning of the given word. Okay, ഒരു പെർട്ടിക്കുലർ വേർഡ് തന്നിട്ട് അതിൻ്റെ മീനിങ് എന്ത് എന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഓഫ് ദാറ്റ് ടൈപ്പ് ടു. ഓക്കെ, now comes direct and indirect speech. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. കാരണം ഡയറക്റ്റ് ആൻഡ്
ഇൻഡയറക്റ്റ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എല്ലാ ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം വി നീഡ് ടു നോ വാട്ട് ആർ ദ ബേസിക് റൂൾസ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിരിക്കുന്ന ഒരു സെന്റൻസിനെ എങ്ങനെയാണ് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനായിട്ട് സാധിക്കുക, എന്തൊക്കെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ റൂൾസ്, ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ലൈക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള സെൻറ്റൻസ് ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി അറിഞ്ഞു വെക്കണം. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. സ്പോട്ട് ദ എറർ. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് സ്പോട്ട് ദ എറർ എന്ന് പറയുന്നത്. ലൈക്ക് ഒരു സെൻറ്റൻസ് തന്നിരിക്കും, അത് 4 ഡിവിഷൻസ് ആക്കി തന്നിരിക്കും. ഓക്കെ, 4 ഭാഗങ്ങൾ ഉണ്ടാവും ആ സെൻറ്റൻസിന്. അപ്പം അതിൽ ഏത് സെഗ്മെൻറ്റിലാണ് എറർ ഉള്ളത് എന്ന് കണ്ടെത്താനായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും സ്പോട്ട് ദ എറർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? വി നീഡ് ടു ബി തെറോ വിത്ത് ദ ബേസിക്സ്. ഓക്കെ, അതായത് പ്രപ്പോസിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ലൈക്ക് റൂൾസ് റിലേറ്റഡ് ടു സ്പോട്ട് ദ എറർ. ഓക്കെ, അതുപോലെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം, നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്, വി ആർ അപ് ടു ഡേറ്റ് എന്നുള്ള കാര്യം നമ്മൾ വി നീഡ് ടു മേക്ക് ഷുവർ. ഓക്കെ, ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സെൻറ്റൻസ് തന്നിരിക്കും, അതിലൊരു ബ്ലാങ്ക് ഉണ്ടാവും. ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേർഡ് വെച്ച് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേർഡ് വെച്ച് നമ്മളത് ഫിൽ ചെയ്യുന്ന സമയത്ത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ കംസ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ഒരു സെൻറ്റൻസ് തന്നിരിക്കും, അതിലൊരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് മാത്രം അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കും, അല്ലെങ്കിൽ ബോൾഡാക്കി തന്നിരിക്കും. സോ ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, ഓക്കെ, കുറച്ചുകൂടി ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് കിട്ടുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഓക്കെ, സോ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏരിയ ആണ്. ഓക്കെ, നൗ കംസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള രീതിക്കുള്ള മലയാളം ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം അതേപോലെയുള്ള ലൈക്ക് ഒരു സെൻറ്റൻസ് തന്നിരിക്കും, അതിനെ നമുക്ക് ഒറ്റ വാക്കായിട്ട് പറയാനായിട്ട് പറ്റുമ്പം എങ്ങനെ നമ്മൾ പറയും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്ത് വരുന്നത്. ഓക്കെ, നൗ കംസ് റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് ഒരു അൺസീൻ പാസേജ് നമുക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പം ആ പാസേജ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ലൈക്ക് ചോദ്യങ്ങളാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ടൈം മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, 2 സ്മാർട്ട് വർക്ക് ആണ്. ഓക്കെ, അപ്പം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പെർട്ടിക്കുലർ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം, എന്തിനെക്കുറിച്ചാണ് ഈ പാസേജ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ വി നീഡ് ടു ഹാവ് എ സ്മാർട്ട് സ്ട്രാറ്റജി to crack the questions that are asked. Okay, എങ്ങനെയാണ് like we need to employ skimming, സ്കാനിങ്. ഓക്കെ, റീഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നീക്സ് ആണ് അല്ലേ ഈ സ്കിമ്മിങ് എന്ന് പറയുന്നതും സ്കാനിങ് എന്ന് പറയുന്നതും ഒക്കെ. അപ്പം അതൊക്കെ നമ്മൾ ഇവിടെ ലൈക്ക് അഡോപ്റ്റ് ചെയ്യണം. എന്നിട്ട് വി നീഡ് ടു ക്രാക്ക് ദ ക്വസ്റ്റ്യൻസ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതാണ്. ഒരുപാട് സമയം അതിൽ കളയാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എങ്ങനെ ഉത്തരത്തിലോട്ട് എത്താം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് GD എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഓക്കെ നോക്കി വെക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, നൗ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ദറ്റ് ആർ ആസ്ക്ഡ് ഫോർ ദ ലൈക്ക് പാസ്റ്റ് ഷിഫ്റ്റ്സ്. ഓക്കെ, കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ ചോദിച്ച മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ here is the first question. Okay, ഒരു idiom related ആയിട്ടുള്ള question ആണ്. Keep the ball rolling. Okay, keep the ball rolling എന്നുള്ള idiom കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Is it perfect order or condition? Okay, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനെ കാണിക്കുന്നതാണോ keep the ball rolling എന്നുള്ള idiom? അതോ play efficiently without losing? Okay, അതായത് തോറ്റുപോവാതെ നല്ല രീതിക്ക് കളിക്കുന്നതിനെയാണോ, കളി തുടരുന്നതിനെയാണോ keep the ball rolling എന്നുള്ള idiom കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Or to continue an ongoing process? Okay, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു
പ്രോസസ്, അത് കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണോ കീപ് ദ ബോൾ റോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓർ ടു വർക്ക് വെരി ഹാർഡ് ആൻഡ് ഫിനിഷ് ദ വർക്ക്. ഓക്കെ, വളരെ കഷ്ടപ്പെട്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണോ, ഫിനിഷ് ചെയ്യുന്നതിനെയാണോ കീപ് ദ ബോൾ റോളിംഗ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദ്യം. സോ ഓവർ ഹിയർ our answer is option C, that is to continue an ongoing process. ഓക്കെ, ഒരു പ്രോസസ്, നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് കീപ് ദ ബോൾ റോളിംഗ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, now let's move on to the second question. Select the most appropriate synonym of the given word. അപ്പം നമുക്കറിയാം സിനണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് എന്നാണ് അർത്ഥം. അപ്പം തന്നിരിക്കുന്ന വാക്കിന് സിമിലർ ആയിട്ടുള്ള, സെയിം ആയിട്ടുള്ള മീനിങ് വരുന്ന വാക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ ദ ഗിവൻ വേർഡ് ഇസ് മെലൻകളി. ഓക്കെ, മെലൻകളി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Is it alleviate or placate or lively or sad എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ മെലൻകളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊരുവിധ കാരണവുമില്ലാതെ നമുക്ക് തോന്നുന്ന സാഡ്നെസ്സിനെയാണ്. ഓക്കെ, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് വി ക്യാൻ റിലേറ്റ് ദിസ് വേർഡ് ടു ദാറ്റ്. മെലൻകളി എന്നുള്ളത് സാഡ്നെസ്സിന് ആയിട്ട് അല്ലെങ്കിൽ സാഡ്നെസ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു വേർഡാണ്. ഓക്കെ, എ ഫീലിംഗ് ഓഫ് പെൻസീവ് സാഡ്നെസ് ടിപ്പിക്കലി വിത്ത് നോ ഒബ്വിയസ് റീസൺ. ഇതാണ് മെലൻകളി എന്നുള്ള വാക്കിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള വാക്കുകളുടെ മീനിങ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. So the given word, the first word is alleviate. അല്ലെ, alleviate the poverty എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ alleviate എന്നുള്ള വാക്കിന്റെ മീനിങ് ടു മേക്ക് സംതിങ് ലെസ് ഗ്രോയിൻസ് എന്നുള്ളതാണ്. അതായത് പോവർട്ടി ഇല്ലാതാക്കുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? alleviate the poverty എന്ന് പറയാം അല്ലെ. Now comes placate. ഓക്കെ, placate എന്ന് പറഞ്ഞാൽ so the first word is alleviate. Okay, alleviate എന്ന് പറഞ്ഞാൽ like we usually use this word with poverty. Okay, alleviate the poverty. poverty ഇല്ലാതാക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇറാഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് alleviate എന്നുള്ള വാക്കിനുള്ളത്. Now comes placate. Okay, placate എന്ന് പറഞ്ഞാൽ like soothe someone. Okay, സമാധാനിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് placate എന്നുള്ള വാക്കിനുള്ളത്. Now comes lively. Obviously you know അല്ലെ, lively എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് lively എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓവർ ഹിയർ സാഡ് അല്ലെങ്കിൽ സാഡ്നെസ് എന്നുള്ള വാക്കാണ് നമുക്ക് മെലൻകളി എന്നുള്ള വാക്കിന് സിനണിമസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഓവർ ഹിയർ our answer is option D. Okay, now let's see the next question. See, select the most appropriate meaning of the given word. Okay, തന്നിരിക്കുന്ന വാക്കിന് ലൈക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് മീനിങ് വരുന്ന വാക്ക് എന്ത്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ വേർഡ് ഇസ് ഫീബിൾ. നമ്മൾക്ക് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ഫീബിൾ എന്നുള്ളത് അല്ലെ. ഫീബിൾ, അപ്പം ഫീബിൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം. സോ ഇറ്റ് മീൻസ് ലാക്കിംഗ് ഫിസിക്കൽ സ്ട്രെങ്ത്. ഓക്കെ, അത്ര ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത, ഓക്കെ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രെങ്ത് കുറഞ്ഞ ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീബിൾ എന്ന് പറയുന്നത്. ഫീബിൾ വോയിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പതിഞ്ഞ ശബ്ദത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീബിൾ വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഹസാർഡ്, ഡൾ, റോബസ്റ്റ് ആൻഡ് ബർഡൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫീബിൾ എന്നുള്ള വാക്കിന് ലൈക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് മീനിങ് വരുന്ന വാക്ക് അല്ലെങ്കിൽ സിനണിം ആയിട്ട് വരുന്ന വാക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി യു ക്യാൻ ചൂസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഡൾ അല്ലെ. ഡൾ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള തന്നിരിക്കുന്ന വാക്കുകളുടെ മീനിങ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. സോ ഹസാർഡ്, ഹസാർഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ദുരന്തം എന്നുള്ളൊരു മീനിങ് ആണ് ഹസാർഡ് എന്നുള്ള വാക്കിനുള്ളത്. ഓക്കെ, അപകടം, ദുരന്തം എന്നുള്ള അർത്ഥങ്ങൾ വരുന്ന വാക്കാണ് ഹസാർഡ് എന്ന് പറയുന്നത്. സോ എനി സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഡാമേജ്, ഓക്കെ, or harm or adverse health effects, okay, on something or someone. Now let's see the meanings of other words too. ബാക്കി തന്നിരിക്കുന്ന വാക്കുകളുടെ മീനിങ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഹസാർഡ്. ഓക്കെ, ഹസാർഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നിനെയാണ്. ഓക്കെ, ദുരന്തം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അപകടം ജനിപ്പിക്കുന്നത് എന്നുള്ള മീനിങ് ഉണ്ട് ഈ ഒരു വാക്കിന്. Now comes robust.
ഓക്കെ. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലൈവ്ലി ആയിട്ടുള്ള, ഓക്കെ, വളരെ ലൈക്ക് ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ വിഗറസ് ആയിട്ടുള്ള ഒന്നിനെയാണ് റോബസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബേർഡൻ മീൻസ് ഒബ്വിയസ്ലി യു നോ അല്ലെ, ബേർഡൻ എന്ന് പറഞ്ഞാൽ ലോഡ്, നമുക്ക് താങ്ങാനാവാത്ത ഒരു അവസ്ഥ അല്ലെ, ഭാരിച്ച ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേർഡൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ ഫീബിൾ എന്നുള്ള വാക്കിന് ലൈക്ക് സിനോണിം ആയിട്ട് വരുന്നത്, പ്രോപ്പർ മീനിങ് ആയിട്ട് വരുന്നത്, ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഡൾ. ഓക്കെ. Now let's see the next question. Identify the part of speech of the underlined words. Okay, അപ്പോൾ തന്നിരിക്കുന്ന വാക്കിന് ലൈക്ക് ഏത് അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഈ വാക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്നു, ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നതാണ് ചോദ്യം. He was friendly in a funny sort of way എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ് അല്ലേ. അപ്പൊ ഇതിൽ ഫ്രണ്ട്ലി എന്നുള്ള വാക്കാണ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. സോ ഇത് അഡ്ജക്റ്റീവ് ആണോ, നൗൺ ആണോ, ആഡ്വേർബ് ആണോ, വേർബ് ആണോ എന്നതാണ് ചോദ്യം. സോ ഫ്രണ്ട്ലി എന്നുള്ള വാക്കാണ് അല്ലെ. ആരാണ് ഫ്രണ്ട്ലി? ഹി അല്ലെ. ഹി എന്നുള്ളത് എന്താ? ഇറ്റ് ഇസ് എ നൗൺ. അപ്പം ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അത് ഒബ്വിയസ്ലി എന്താണ്? അതൊരു ആഡ്ജക്റ്റീവ് ആണ് അല്ലെ. നൗൺസിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. വേർബ്സിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ആഡ്വേർബ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് എന്താ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എൻ ആഡ്ജക്റ്റീവ്. ഓക്കെ. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ. നൗ ലെറ്റ്സ് മൂവ് ഓൺ. Select the option that is the indirect form of the given sentence. Okay. The people said we are social animals. ഓക്കെ. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? തന്നിരിക്കുന്നത് ലൈക്ക് ഡയറക്റ്റ് ഫോമിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് ഇൻഡയറക്റ്റ് ഫോമിലോട്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ. നോക്കൂ, ദ പീപ്പിൾ സെഡ് വി ആർ സോഷ്യൽ ആനിമൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം വി ആർ സോഷ്യൽ ആനിമൽസ് എന്നുള്ളത് നമുക്കറിയാം, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇൻവേർട്ടഡ് കോമാസിനുള്ളിൽ തന്നിരിക്കുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഫോമിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് യാതൊരു ചേഞ്ചും ഇല്ലാതെ അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് എന്ന് നമുക്ക് നോക്കണം. ഇത് ഒരു അസേർട്ടീവ് സെന്റൻസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കണക്റ്റിംഗ് വേർഡ് ആയിട്ടുള്ള ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അതായത് റിപ്പോർട്ടിംഗ് പാർട്ടിനെയും സ്പീച്ച് പാർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ദാറ്റ് എന്നുള്ള കണക്റ്റിംഗ് വേർഡ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം എങ്ങനെ വരും? ദ പീപ്പിൾ സെഡ് ദാറ്റ് വി ആർ സോഷ്യൽ ആനിമൽസ് എന്ന് വരും. ഓക്കെ. സോ അങ്ങനെയുള്ള ഒരു ലൈക്ക് ഫോം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. സോ ദ പീപ്പിൾ സെഡ് ദാറ്റ് വി ആർ സോഷ്യൽ ആനിമൽസ്. ഓക്കെ. ദാറ്റ് ഈസ് അവർ ആൻസർ. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ. നൗ ലെറ്റ്സ് മൂവ് ഓൺ. Now let's see the next question. Identify the segment in the given sentence which contains the grammatical error. Okay, so Abhinav must have sufficiently collateral to pay back the loan with the interest എന്നാണ് തന്നിരിക്കുന്ന സെന്റൻസ്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് എന്നതാണ് ചോദ്യം. അഭിനവ് മസ്റ്റ് ഹാവ് എന്നുള്ള സെഗ്മെന്റിലാണോ, സഫിഷ്യന്റ്ലി കോലാറ്ററൽ എന്നുള്ള സെക്ഷനിലാണോ, ഓർ ടു പേ ബാക്ക് ദ ലോൺ വിത്ത് ദ ഇൻട്രസ്റ്റ് എന്നുള്ള സെക്ഷനിലാണോ, അതോ എറർ ഒന്നും തന്നെ ഇല്ലേ എന്നതാണ് ചോദ്യം. ഓക്കെ. സോ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് സഫിഷ്യന്റ്ലി കോലാറ്ററൽ. ഓക്കെ. എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്താണ് ഇവിടുത്തെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് നമുക്ക് നോക്കാം. സി, കോലാറ്ററൽ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഓക്കെ. അപ്പോൾ നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. സോ ഇവിടെ തന്നിരിക്കുന്ന സഫിഷ്യന്റ്ലി എന്നുള്ള വാക്ക് ഒരു ആഡ്വേർബ് ആണ് അല്ലെ. ആഡ്വേർബ് ആണ്, എൽവയിൽ അവസാനിക്കുന്നതാണ്, ആഡ്വേർബ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു ആഡ്വേർബിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി നീഡ് ടു യൂസ് ആൻ ആഡ്ജക്റ്റീവ്. അപ്പോൾ സഫിഷ്യന്റ്ലി എന്നതിന് പകരം സഫിഷ്യന്റ് എന്നായിരുന്നുവെങ്കിൽ ഈ തന്നിരിക്കുന്ന സെന്റൻസ് നമുക്ക് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഓക്കെ. സോ ഹിയർ our answer is option B, that is sufficiently collateral. Okay. Now let's see the next question. Select the most appropriate meaning of the given idiom. Okay. Get down to brass tacks. Okay. Get down to brass tacks എന്നുള്ള idiom കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
ഈസ് ഇറ്റ് റിലാക്സിങ് വിതൗട്ട് എനി തോട്ട്സ്, ഒരു തരത്തിലുള്ള തോട്ട്സും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയെയാണോ ഗെറ്റ് ഡൗൺ ടു ബ്രാസ് ടാക്സ് എന്ന് പറയുന്നത്? ഓർ ടു ഹേർട്ട് വൺ സെൽഫ്, സ്വയം വിഷമിപ്പിക്കുന്നതിനെയാണോ ഗെറ്റ് ഡൗൺ ടു ബ്രാസ് ടാക്സ് എന്ന് പറയുന്നത്? ഓർ ടു ഹിറ്റ് സംതിങ് വിഗ്രസ്ലി, വളരെ വേഗതയോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ, എന്തെങ്കിലും ഒരു വസ്തുവിനെ ഹിറ്റ് ചെയ്യുന്നതിനെയാണോ ഗെറ്റ് ഡൗൺ ടു ബ്രാസ് ടാക്സ് എന്ന് പറയുന്നത്? ഓർ ഡിസ്കസ് ദ ബേസിക് ഫാക്ട്സ് ഓർ റിയാലിറ്റീസ്. ഓക്കെ, അപ്പം ബേസിക് ഫാക്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ റിയാലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനെയാണോ ഗെറ്റ് ഡൗൺ ടു ബ്രാസ് ടാക്സ് എന്ന് പറയുന്നത് എന്നതാണ് ചോദ്യം. സോ ഹിയർ our answer is option D, that is discuss the basic facts or realities. Okay, basic facts നെ കുറിച്ച് അല്ലെങ്കിൽ റിയാലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് get down to brass tacks എന്നുള്ള idiom കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, now let's move on. See, ഇനിയുള്ളത് ഒരു fill in the blank type question ആണ്. Aman entrusted me dash all the responsibilities of the marriage എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഏത് പ്രപ്പോസിഷൻ ആണ് വരിക ഈ ഒരു ബ്ലാങ്ക് ഫിൽ ചെയ്യാനായിട്ട് എന്നതാണ് ചോദ്യം. സോ അമൻ entrusted me with all the responsibilities എന്ന് വരുമോ, in all the responsibilities എന്ന് വരുമോ, about all the responsibilities എന്ന് വരുമോ, അതോ on to all the responsibilities എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് with. ഓക്കെ, നമുക്കറിയാം വിത്ത് എന്നുള്ളത് ഒരു പ്രപ്പോസിഷൻ ആണ്, വിച്ച് മീൻസ് accompanied by, അല്ലെ, ലൈക്ക് accompanied by a person or accompanied by a thing എന്നുള്ള ഒരു മീനിങ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് എന്ത്, with എന്നുള്ളത്. സോ ഹിയർ with is the suitable preposition. ഓക്കെ, അപ്പം എങ്ങനെ വരും? അമൻ entrusted me with all the responsibilities of the marriage എന്ന് വരും. ഓക്കെ, now let's move on. See, ഇതൊരു സെന്റൻസ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് സോ ഈസി എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സെഗ്മെന്റ് എന്ന് പറയുന്നത് ദ ആൻസർ ഓഫ് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് സോ ഈസി എന്നതിൽ ദ ആൻസർ ഓഫ് എന്നുള്ള സെഗ്മെന്റ് മാറ്റി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ചൂസ് ചെയ്താലാണ് നമുക്ക് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് കിട്ടുക എന്നതാണ് ചോദ്യം. ഓക്കെ, സോ the answers of this question എന്ന് വരുമോ, the answers to this question എന്ന് വരുമോ, or the answers of this question എന്ന് വരുമോ, or no improvement required വരുമോ എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. കാരണം എന്താ, ഓഫ് എന്ന് പറയുന്നത് it is actually a preposition which we make use of to express the relationship between a part and a whole. Okay, അപ്പം ഒരു ഹോളും അതിലൊരു പാർട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ടാണ് നമ്മൾ ഓഫ് എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ഹോൾ പാർട്ട് കണക്ഷൻ അല്ല ഉള്ളത്, അല്ലേ? അപ്പം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അത്ര ഈസി അല്ല എന്നാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ വരേണ്ട പ്രപ്പോസിഷൻ ടു ആണ്. കാരണം എന്താ, to is a preposition which is used to indicate a goal or a direction. Okay, ഒരു ഡെസ്റ്റിനേഷൻ കാണിക്കാനായിട്ട്, ഒരു ഗോൾ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കാണിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് എന്ത്, ടു എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ our answer is option B, that is the answer to. അപ്പോൾ സെന്റൻസ് എങ്ങനെ വരും? The answer to this question is not so easy എന്ന് വരും. ഓക്കെ, now let's move on. See, അടുത്ത ക്വസ്റ്റ്യൻ സിനണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സി, തന്നിരിക്കുന്ന ലൈക്ക് വേർഡിന്റെ സിനണിം ഏത് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ വേർഡ് ഇസ് പ്രാഗ്മാറ്റിക്. ഓക്കെ, പ്രാഗ്മാറ്റിക്. സോ പ്രാഗ്മാറ്റിക് എന്നുള്ള വാക്കിന്റെ മീനിങ് വെരി പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ എന്നുള്ള ലൈക്ക് വേർഡ് ഓൾറെഡി നമുക്ക് ഓപ്ഷൻസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓക്കെ, പ്രാഗ്മാറ്റിക് മീൻസ് പ്രാക്ടിക്കൽ. പ്ലേഫുൾ എന്ന് പറഞ്ഞാൽ എന്താ, നോട്ട് അറ്റ് ഓൾ സീരിയസ്, വളരെ സീരിയസ് അല്ലാത്ത, വളരെ കളി നിലവോടുകൂടി അല്ലെങ്കിൽ സില്ലി ആയിട്ടുള്ള, അത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങളെ എടുക്കാത്ത ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേഫുൾ എന്ന് പറയുന്നത്. കാഷ്വൽ എന്ന് പറയുന്ന സമയത്ത് വളരെ കാഷ്വൽ ആയിട്ട്, അല്ലെ, സാധാരണ ലൈക്ക് ലൈഫിൽ എല്ലാ കാര്യങ്ങളും വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുന്ന, അത്ര സീരിയസ് അല്ലാത്ത എന്നുള്ള മീനിങ് തന്നെയാണ് കാഷ്വൽ എന്നുള്ള വാക്കിനുള്ളത്. നൗ കംസ് ക്ലെവർ. ക്ലെവർ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ബുദ്ധിയുള്ള, അല്ലെ, അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയുള്ള എന്നുള്ള ഒരു മീനിങ് ആണ് ക്ലെവർ എന്നുള്ള വാക്കിനുള്ളത്. സോ ഇവിടെ പ്രാഗ്മാറ്റിക് എന്നുള്ള വാക്കിന്റെ ലൈക്ക് മീനിങ് ആയിട്ട് അല്ലെങ്കിൽ സിനണിമായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. സോ സി, ദ ഗിവൻ സെന്റൻസസ് cast if
is niggard and never splits any bill. ഓക്കെ, അപ്പോൾ ഇവിടെ കാസിഫ് ഒരു നിഗാർഡാണ് ആൻഡ് ബില്ല് സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യമൊന്നും ആൾ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആറ് പിശുക്കനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നിഗാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണ് നമുക്ക് ലൈക്ക് ഗ്രാമാറ്റിക്കലി എറർ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് എവിടെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കാസിഫ് ഈസ് നിഗാർഡ് എന്നുള്ള ഭാഗത്തിലാണ്. ഓക്കെ, കാരണം എന്താ, നിഗാർഡിന് മുന്നേ നമുക്ക് ഒരു ആർട്ടിക്കിൾ മിസ്സിംഗ് ആയിട്ടുണ്ട് അല്ലേ, അപ്പം എ എന്നുള്ള ആർട്ടിക്കിളിന്റെ അഭാവം ആ ഒരു സെന്റൻസിലുണ്ട്. സോ കാസിഫ് ഈസ് അൺനിഗാർഡ് ആൻഡ് നെവർ സ്പ്ലിറ്റ്സ് എനി ബിൽ എന്നാണ് വരേണ്ടത്. ഓക്കെ, സോ ഓവർ ഹിയർ ആ ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് കാസിഫ് ഈസ് നിഗാർഡ്. അപ്പോൾ കാസിഫ് ഈസ് നിഗാർഡ് എന്നതിന് പകരം കാസിഫ് ഈസ് അ നിഗാർഡ് എന്ന് വരണം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് നോക്കൂ. It is also a sentence improvement related question. Okay, the polar bear is not used to live in hot places. Okay, polar bears എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, മഞ്ഞ് ലൈക്ക് മഞ്ഞുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുക, പോൾസിലാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുക, പോലാർ ബിയേഴ്സ് അല്ലേ, ലൈക്ക് ധ്രുവ കരടികളെ കാണാനായിട്ട് സാധിക്കുക അല്ലേ. അപ്പം അവിടെ എന്താ പറയുന്നത്, ഹോട്ട് പ്ലേസസിൽ നിന്ന് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കില്ല, പോലാർ ബെയേഴ്സിനെ കാണാനായിട്ട് സാധിക്കില്ല സാധാരണ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പെർട്ടിക്കുലർ ഫ്രേസ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ്ഡ് ടു ലിവ് എന്നുള്ള പെർട്ടിക്കുലർ സെഗ്മെന്റ് ആണ് തന്നിരിക്കുന്നത്, അതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം യൂസ്ഡ് ടു ലിവ് എന്നത് മാറ്റി യൂസ്ഡ് ടു ലിവിങ് എന്ന് വരുമോ, യൂസ്ഡ് ഓഫ് ലിവ് എന്ന് വരുമോ, യൂസ്ഡ് ഇൻ ലിവിങ് എന്ന് വരുമോ, അതോ ഇംപ്രൂവ്മെന്റ് ഒന്നും ആവശ്യമില്ലേ എന്നതാണ് ചോദ്യം. സി, യൂസ്ഡ് ടു എന്നുള്ള പെർട്ടിക്കുലർ ഫ്രേസിന്റെ കൂടെ എപ്പോഴും വരുന്നത് ING ഫോം ഓഫ് ദ വേർബ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റൂൾ പ്രകാരം നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് യൂസ്ഡ് ടു ലിവിങ്. ഓക്കെ, യൂസ്ഡ് ടു ലിവിങ് എന്ന് വരും. അപ്പം എങ്ങനെ വരും സെന്റൻസ്, ദ പോളാർ ബെയർ ഇസ് നോട്ട് യൂസ്ഡ് ടു ലിവിങ് ഇൻ ഹോട്ട് പ്ലേസസ് എന്ന് വരും. ഓക്കെ, സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി, ഇറ്റ് ഈസ് എ ലൈക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പം ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അപരിചിതർ, പരിചയമില്ലാത്ത ആളുകൾ. അപ്പം അപരിചിതരെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന അകാരണമായിട്ടുള്ള പേടിയെ എങ്ങനെ വിളിക്കാമെന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ ഓപ്ഷൻസ് ആർ സിറ്റോഫോബിയ, ഹൈഡ്രോഫോബിയ, സിനോഫോബിയ ആൻഡ് വൂപ്പി. ഓക്കെ, ഇതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് സെനോഫോബിയ. ഓക്കെ, സെനോഫോബിയ ഇസ് എ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 3 വാക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. സിറ്റോഫോബിയ ഇസ് ആക്ച്വലി ഇറ്റ് ഇസ് എ ലൈക്ക് ഫിയർ, എക്സ്ട്രീം ഫിയർ ഓഫ് ഫുഡ്. ഓക്കെ, ഭക്ഷണത്തോടുള്ള അകാരണമായിട്ടുള്ള പേടി, അതിനെയാണ് സിറ്റോഫോബിയ എന്ന് പറയുന്നത്. ഹൈഡ്രോഫോബിയ ഇസ് എ ഫിയർ ഓഫ് വാട്ടർ. ഓക്കെ, വെള്ളത്തിനെ പേടി, അകാരണമായിട്ടുള്ള ഭയം, അതിനെയാണ് ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത്. ഊപ്പി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ലൈക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ലൈക്ക് സന്തോഷം വരുന്ന സമയത്ത്, എക്സൈറ്റ്മെന്റ് തോന്നുന്ന സമയത്ത് നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു സൗണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഊപ്പി. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. Now let's see the next question. Select the most appropriate antonym of the given word എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ തന്നിരിക്കുന്ന വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ വേർഡ് ഇസ് എനോവേറ്റ്. ഓക്കെ, അപ്പോൾ എനോവേറ്റ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഡ്രെയിനിങ് എനർജി എന്നുള്ളതാണ്. അപ്പോൾ എനർജി ഡ്രെയിൻ ചെയ്യുന്ന അവസ്ഥ, ടയേർഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, ഓക്കെ, വീക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, എനോവേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് എന്നതാണ് ചോദ്യം. സോ our answer is option C, that is strengthen. ഓക്കെ, strengthen എന്നുള്ളതാണ് എനോവേറ്റ് എന്നുള്ള വാക്കിന് ആന്റണിം ആയിട്ട് വരുന്നത്. Now let's see the other words too. ഡീസിലറേറ്റ് എന്നുള്ള വാക്ക് ആക്ച്വലി ആക്സിലറേറ്റ് എന്നുള്ള വാക്കിന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഡീസിലറേറ്റ് എന്ന് പറഞ്ഞാൽ സ്ലോ ഡൗൺ എന്നാണ് അർത്ഥം. ഓക്കെ, വേഗത്തിൽ പോയിരിക്കുന്നത്, ആ വേഗത കുറയ്ക്കാനായിട്ട് പറയുന്നതിനെയാണ് ഡീസിലറേറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ കംസ് ഡിറ്റീരിയറേറ്റ്. ഓക്കെ, ഡിറ്റീരിയറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വീണ്ടും വേഴ്സൺ ചെയ്യുന്ന അവസ്ഥ. ഓക്കെ, ഓൾറെഡി അത് ഒരു ബാഡ് ഷേപ്പിലാണ് ഉള്ളത്, അതിനെ വീണ്ടും വേഴ്സ് ആക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറ്റീരിയറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കംസ് അഗ്രവേറ്റ്. അഗ്രവേറ്റ് എന്ന് പറഞ്ഞാലും ലൈക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ ഉതിപ്പെരിപ്പിക്കുക, അതിനെയാണ് അഗ്രവേറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഓവർ ഹിയർ
like our answer is option C, that is strengthen. Okay, now let's move on. See, അടുത്തത് സിനോണിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന വാക്ക് പ്രൂഡന്റ് എന്നുള്ളതാണ്. പ്രൂഡന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വൈസ് എന്നുള്ളതാണ്. ഓക്കെ, വൈസ്, നല്ല ലൈക്ക് വൈസ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പ്രൂഡന്റ് എന്ന് പറയാറുള്ളത്. സോ ഇവിടെ ഓപ്ഷൻ ബി വൈസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി പ്രൂഡന്റ് എന്നുള്ളതിന് മറ്റ് സിനോണിംസ് പറയണമെന്നുണ്ടെങ്കിൽ കോഷ്യസ് എന്ന് പറയാം, കെയർഫുൾ എന്ന് പറയാം, ജുഡീഷ്യസ് എന്ന് പറയാം. ഇതെല്ലാം പ്രൂഡന്റ് എന്നുള്ള വാക്കിന് സിനോണിംസ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. ഓക്കെ, ഇനി ഇവിടെ ബാക്കിയുള്ള വാക്കുകൾ കൂടി നോക്കാം. കണ്ണിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലൈക്ക് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, ഓക്കെ, അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയോട് കൂടിയിട്ടുള്ള എന്നുള്ള ഒരു മീനിങ് ആണ് കണ്ണിങ് എന്നുള്ള വാക്കിനുള്ളത്. ലൈക്ക് ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള, ഓക്കെ, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഫ്രാങ്ക് എന്ന് പറയുന്നത്. സിവിയർ എന്ന് പറഞ്ഞാൽ ലൈക്ക് മോർ ഗ്രേവ് എന്നുള്ളതാണ് സിവിയർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. Okay, so over here the synonym of the word prudent is wise and our answer is option B. Okay, now let's move on. See, അടുത്തത് ഒരു fill in the blank type question ആണ്. So why are the dash dance forms so hard to perform എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടുത്തെ ബ്ലാങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ വേർഡ്സ് ആർ ക്രിട്ടിക്കൽ, suitable, convenient and conventional. Okay, അപ്പോൾ ഇവിടെ ലൈക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് കൺവെൻഷണൽ. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണയായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന ഒന്നിനെയാണ് എന്ത് പറയുന്നത്, കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒന്നിനെയാണ് കൺവെൻഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ വൈ ആർ ദ കൺവെൻഷണൽ ഡാൻസ് ഫോംസ് സോ ഹാർഡ് ടു പെർഫോം എന്ന് വരും സെന്റൻസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ലൈക്ക് എക്സ്പ്രസിങ് അഡ്വേഴ്സ് ഓർ ഡിസപ്രൂവിങ് കമൻസ് ഓർ ജഡ്ജ്മെന്റ്സ്. ഓക്കെ, ഡിസപ്രൂവിങ് ആയിട്ടുള്ള കമൻസിനെ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്സിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ്, അതിനെക്കുറിച്ച് പറയുന്നതിനെയാണ് ക്രിട്ടിക്കൽ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാലോ ലൈക്ക് വിച്ച് ഇസ് suitable to the context. ഓക്കെ, അതായത് ലൈക്ക് റൈറ്റ് ഓർ അപ്രോപ്രിയേറ്റ് ഇൻ മാനർ എന്നുള്ളതാണ് സ്യൂട്ടബിൾ എന്നുള്ള വാക്കിന്റെ മീനിങ്. ആൻഡ് കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ കൺവീനിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഈസ് കൺവെൻഷണൽ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A person who kills somebody especially for political reasons. Okay, പൊളിറ്റിക്കൽ റീസൺസിന് വേണ്ടി, പൊളിറ്റിക്കൽ അജണ്ടയോടുകൂടി ഒരാളെ കൊല്ലുകയാണെങ്കിൽ ആ കൊല്ലുന്ന ആളെ നമ്മൾ എന്ത് പറയും? ഓക്കെ, a person who kills somebody, ഒരാളെ ലൈക്ക് കൊല്ലാനായിട്ട് പൊളിറ്റിക്കൽ അജണ്ട കാരണം, പൊളിറ്റിക്കൽ റീസൺസ് കാരണം ഒരാളെ കൊല്ലുന്നതിനായിട്ട് നിയോഗിക്കുന്ന ആളെ നമുക്ക് എങ്ങനെ വിളിക്കാം, ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് എ ക്രിമിനൽ ഓർ മർഡറർ ഓർ അസാസിൻ ഓർ ഹാങ്മാൻ എന്നതാണ് ചോദ്യം. സോ ഹിയർ our answer is option C, that is assassin. Okay, assassin is a person who kills somebody especially for political reasons. Okay, ഇനി ക്രിമിനൽ എന്ന് പറഞ്ഞാലോ ക്രൈം ചെയ്യുന്ന ഒരാളാണ് ക്രിമിനൽ. ഓക്കെ, മർഡർ ചെയ്യുന്ന ഒരാളാണ് മർഡറർ. ഓക്കെ, ഹാങ്മാൻ എന്ന് പറഞ്ഞാലോ ലൈക്ക് പ്രിസണേഴ്സിനെയൊക്കെ ലൈക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധിച്ച ആളുകളെ തൂക്കിക്കൊല്ലുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാങ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് അസാസിൻ. ഓക്കെ, now we are moving on to the next question. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ലൈക്ക് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് റീഡിങ് കോംപ്രഹെൻഷൻ. ഓക്കെ, അപ്പോൾ റീഡിങ് കോംപ്രഹെൻഷനിൽ നമുക്കൊരു ലൈക്ക് പാസേജ് തന്നിട്ടുണ്ട്. ആദ്യം നമുക്കതൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് വി നീഡ് ടു ലൈക്ക് ആൻസർ certain questions related to this particular passage. ഓക്കെ, അപ്പം the Union Environment Ministry, tasked with safeguarding India's forest and its environmental assets, proposes to amend sections of key environmental legislation and make them less threatening to political violators എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്ട്രി എന്താണ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിലെ ഫോറസ്റ്റും അതുപോലെ അതിലടങ്ങിയിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള അസറ്റ്സും അല്ലെ, അത് സേഫ് ഗാർഡ് ചെയ്യുന്നതിനായിട്ട്, അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് ലൈക്ക് ദേ ആർ പ്രപ്പോസിങ് സർട്ടൻ അമെൻമെന്റ്സ്. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസിൽ
കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ദേ ക്യാൻ മേക്ക് ദെം ലെസ് ത്രെറ്റനിങ് ടു പൊളിറ്റിക്കൽ വയലേറ്റേഴ്സ്. ഓക്കെ, പൊളിറ്റിക്കൽ വയലേറ്റേഴ്സിന്, ഇത് വയലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ലെസ് ത്രെറ്റനിങ് ആയിട്ട് മാറ്റുന്ന രീതിക്ക് ഈ പറയുന്ന എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ അമെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, then India has 8 cornerstone pieces of legislation that define a regulatory framework to ensure that natural resources are not wantonly exploited, acts of pollution are apprehended, and there is a mechanism to punish and deter വയലേറ്റേഴ്സ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് ഏകദേശം 8 കോർണർസ്റ്റോൺ പീസസ് ഓഫ് ലെജിസ്ലേഷൻ ഉണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ലൈക്ക് ഇൻ ഓർഡർ ടു ചെക്ക്, ഓക്കെ, that or in order to make sure that natural resources are not much exploited. Okay, natural resources അത്ര എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ടും അതുപോലെ ഇവയെല്ലാം വയലേറ്റ് ചെയ്യുന്ന ആളുകളെ പണിഷ് ചെയ്യാനുമായിട്ടുള്ള മെക്കാനിസം റിലേറ്റഡ് ആയിട്ടുള്ള 8 പീസസ് ഓഫ് ലെജിസ്ലേഷൻ ഇന്ത്യയിൽ നിലവിലുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നൗ under provisions in the existing legislation, violators are punishable with imprisonment up to 5 years or with a fine up to 1 lakh rupees or with both. Okay, അപ്പോൾ നിലവിലുള്ള ലെജിസ്ലേഷൻ പ്രകാരം എങ്ങനെയാണ് പറയുന്നത്? ഈ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് വയലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ലൈക്ക് ഇംപ്രിസൺമെന്റ് അപ് ടു 5 years, 5 വർഷം വരെയുള്ള ഇംപ്രിസൺമെന്റും ജയിൽവാസവും, അതല്ലെങ്കിൽ ഫൈൻ അപ് ടു 1 lakh rupees, 1 ലക്ഷം രൂപ വരെ പിഴയും, ഓർ വിത്ത് ബോത്ത്, അതല്ലെങ്കിൽ രണ്ടും നൽകാനായിട്ടുള്ള ഒരു ലൈക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ ആണ് നിലവിലുള്ളത്. ഓക്കെ, where violations to continue, there is an additional fine of up to 5,000 for every day during which such failure or contravention continues after the conviction. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇങ്ങനെ ഒരു ഫൈൻ അടച്ചിട്ടും വീണ്ടും അല്ലെങ്കിൽ ഈ ഒരു ഇംപ്രിസൺമെന്റ് നേരിട്ടിട്ടും വീണ്ടും ഈ പറയുന്ന വയലേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പെർ ഡേ 5,000 rupees ലൈക്ക് ഫൈനായിട്ട്, അഡീഷണൽ ഫൈനായിട്ട് കൊടുക്കാനുള്ള ലൈക്ക് ഒരു പെർട്ടിക്കുലർ ലൈക്ക് റൂളും നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദർ ഇസ് ഓൾസോ എ പ്രൊവിൻഷൻ ഫോർ ജയിൽ ടേംസ് ടു എക്സ്റ്റെൻഡ് ടു 7 years. ഓക്കെ, അപ്പോൾ നിലവിലുള്ള 5 വർഷം ഇംപ്രിസൺമെന്റ് എന്നുള്ളത് 7 വർഷമാക്കി മാറ്റാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അണ്ടർ ദ ന്യൂ അമെൻഡ്മെന്റ്സ് പ്രപ്പോസ്ഡ്, ദ മിനിസ്ട്രി സേസ് ഇറ്റ് വാണ്ട്സ് ടു വീഡ് ഔട്ട് ഫിയർ ഓഫ് ഇംപ്രിസൺമെന്റ് ഫോർ സിമ്പിൾ വയലേഷൻസ്. ഓക്കെ, അപ്പം പുതിയ അമെൻഡ്മെന്റ്സ് കൊണ്ട് മിനിസ്ട്രി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആളുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വയലേഷൻസ് നടത്തുമ്പോൾ അവർക്ക് അങ്ങനെയാണെങ്കിൽ കൂടി അവർക്ക് ഇംപ്രിസൺമെന്റ് കിട്ടുന്നു എന്നുള്ള ഒരു പേടി ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ ഒരു പുതിയ അല്ലെങ്കിൽ ഈ ഒരു അമെൻഡ്മെന്റ്സ് ചെയ്യാനായിട്ട് ഉള്ള കാരണം എന്നുള്ളതാണ് മിനിസ്ട്രി വ്യക്തമാക്കുന്നത്. ഓക്കെ, ആൻഡ് ദെർഫോർ ഹാവ് സച്ച് വയലേഷൻസ് ഇൻവൈറ്റ് ഓൺലി മോണിറ്ററി ഫൈൻസ്. അപ്പോൾ ചെറിയ വയലേഷൻസിന് ലൈക്ക് മോണിറ്ററി ഫൈൻസ് മാത്രം, പിഴ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇംപ്രിസൺമെന്റ് ഉണ്ടാവില്ല എന്നുള്ള രീതിക്ക് അമെൻഡ്മെന്റ്സ് കൊണ്ടുവരാനായിട്ടാണ് ഈ മിനിസ്ട്രി ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈക്ക് അൺസീൻ പാസേജ്. ഓക്കെ, ഇനി however, serious environmental crimes that cause grave injury or death would invite imprisonment under the Indian Penal Code. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് സീരിയസ് ആയിട്ടുള്ള ഒരു എൻക്രോച്ച്മെന്റ് ആണ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു വയലേഷൻ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് ഇംപ്രിസൺമെന്റിന് ലൈക്ക് അതിന് ഇംപ്രിസൺമെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ പീനൽ കോഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ദീസ് പെനാൾട്ടീസ് വുഡ് ബി ഡിസൈഡഡ് ബൈ an adjudication officer and transferred to an environment protection fund. ഓക്കെ, അപ്പം ഈ പെനാൽറ്റീസ് ഒക്കെ എന്താ ചെയ്യുന്നത്? ഇത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഒരു ഓഫീസർ ഉണ്ട് അല്ലേ, അഡ്ജുഡിക്കേഷൻ ഓഫീസർ ഉണ്ട്, ആളാണ് ഈ പെനാൾട്ടീസ് ഒക്കെ തീരുമാനിക്കുന്നത്. എന്നിട്ടോ ഒരു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഫണ്ട് ഉണ്ട്, അതിലോട്ടാണ് ഈ മണി, ഈ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, moreover, the quantum of potential fines has been raised from beyond the 1 lakh rupees to as much as 5 crore rupees. ഓക്കെ, അപ്പോൾ നിലവിലുണ്ടായിരുന്ന 1 lakh rupees എന്നുള്ള പിഴയുടെ ഒരു സീലിംഗ് അല്ലേ, അത് മാറ്റി 5 crores മാറ്റാനുള്ള ഒരു നീക്കവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദീസ് പ്രപ്പോസൽസ് ആർ നോട്ട് യെറ്റ് ലോ ആൻഡ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ പബ്ലിക് ഡൊമെയിൻ ഫോർ ഫീഡ്ബാക്ക്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോഴും ഈ പറയുന്ന പ്രപ്പോസൽസ് ഒന്നും ലോ ആയിട്ട് മാറിയിട്ടില്ല. ഇൻസ്റ്റെഡ് ഇത് പബ്ലിക് ഫീഡ്ബാക്കിന് വേണ്ടി കൊടുത്തിരിക്കുവാണ്, പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് നോക്കാനായിട്ട് കൊടുത്തിരിക്കുവാണ് എന്നുള്ളതാണ്
ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അൺസീൻ പാസേജ്. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സി, why does the ministry propose to amend sections of key environmental legislation? Okay, അപ്പോൾ key environmental legislationൽ അമെൻമെന്റ്സ് വരുത്തുന്നതിനായിട്ട് എന്തുകൊണ്ടാണ് മിനിസ്ട്രി അങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നത് എന്നതാണ് ചോദ്യം. സോ ദ ഗിവൻ ഓപ്ഷൻസ് ആർ so that we can neglect the environment and concentrate on our personal works. Okay, എൻവയോൺമെന്റിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ വർക്ക്സിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് എന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഒബ്വിയസ്ലി നമുക്കതറിയാം, അതല്ല അല്ലേ. ഇനി രണ്ടാമത്തേത് so that the people can be made aware of the environmental issues. Okay, എൻവയോൺമെന്റ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ആളുകൾക്ക് അവയർനെസ് കൊടുക്കാം, ആളുകളെ ബോധവാന്മാരാക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതും നമ്മുടെ ആൻസർ അല്ല. നെക്സ്റ്റ് വൺ, so that more and severe punishments and regulations can be imposed on the people. Okay, അപ്പം ഇങ്ങനെയുള്ള അമെൻമെന്റ്സ് കൊണ്ടുവന്നാൽ ഒരുപാട് പണിഷ്മെന്റ്സ് അതുപോലെ റെഗുലേഷൻസ് ഒക്കെ ആളുകൾക്ക് മേലെ ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അതും നമ്മുടെ ആൻസർ അല്ല. നാലാമത്തേത് so that the resources are not deliberately exploited and acts of pollution are apprehended. അല്ലേ, അതായത് റിസോഴ്സസ്, എൻവയോൺമെന്റൽ റിസോഴ്സസ് ഡിപ്ലോയിറ്റ് ചെയ്യാണ്ട്, അതായത് എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ പൊല്യൂഷൻ അപ്രഹെൻഡ് ചെയ്യാനും അല്ലെ ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. സോ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് അവർ ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what are the provisions in the existing legislation? Okay, അപ്പോൾ നിലവിലുള്ള ലെജിസ്ലേഷനിലെ പ്രൊവിൻഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ എ, വയലേറ്റേഴ്സ് ആർ പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് അപ് ടു 5 years. ഓക്കെ, വയലേറ്റേഴ്സ് 5 വർഷത്തിന്, ഓക്കെ, അഥവാ ലൈക്ക് ഈ പറയുന്ന എൻവയോൺമെന്റൽ റൂൾസ് എല്ലാം വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തിന് ഇംപ്രിസൺ ചെയ്യാനുള്ള ലൈക്ക് ഒരു റൂൾ നിലവിലുണ്ട് എന്നുള്ളതാണോ, അതോ വയലേറ്റേഴ്സ് ആർ പണിഷബിൾ വിത്ത് എ ഫൈൻ അപ് ടു 1 lakh rupees, 1 lakh rupees വരെ പിഴ കൊടുത്ത് അല്ലെങ്കിൽ പിഴ പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത് എന്നുള്ളതാണോ, ഓർ ബോത്ത് ഓർ എനി വൺ ഓർ ഓഫ് എ ആൻഡ് ബി, രണ്ടും വരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വരാം എന്നുള്ള അവസ്ഥയാണോ, അതോ വയലേറ്റേഴ്സ് ആർ പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് അപ് ടു 2 years and 50,000 ഫൈൻസ് എന്നുള്ളതാണോ എന്നതാണ് ചോദ്യം. ഒബ്വിയസ്ലി ഇറ്റ്സ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ബോത്ത് ഓർ എനി വൺ ഓഫ് എ ആൻഡ് ബി. അല്ലെ, രണ്ടും വരാം, ഒന്നുകിൽ 5 വർഷത്തെ ഇംപ്രിസൺമെന്റ്, അതും അല്ലെങ്കിൽ 1 lakh rupeesന്റെ ലൈക്ക് ഫൈൻ, അതല്ലെങ്കിൽ രണ്ടും വരാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Who will decide the penalties of serious environmental crimes എന്നതാണ് ചോദ്യം. So the given options are adjudication officer, then district magistrate, subdivisional magistrate and senior forest officer. അപ്പോൾ നമുക്ക് പാസേജ് വായിച്ചത് കൊണ്ട് തന്നെ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു ആൻസർ മാത്രമേ ഈ തന്നിരിക്കുന്നതിലുള്ളൂ അല്ലേ, and that is option A, that is adjudication officer. ഓക്കെ, അപ്പം പാസേജ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് വളരെ വളരെ എളുപ്പമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ഉദ്ദേശിച്ചത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ടോപ്പിക്സ് വിട്ടുപോകാതെ ഓരോ ടോപ്പിക്സും ശ്രദ്ധ കൊടുത്ത് റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വിത്ത് ദാറ്റ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കി, അപ്പോൾ ഈ പാറ്റേൺ ആണ് നമുക്ക് ഇനിയും ഫോളോ ചെയ്ത് പോകാനായിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺസ് നോക്കി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, so that is all for today. Thank you so much for your patient listening. See you soon with another video. Signing off, Shweta.